ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഇന്ത്യ മുന്നേറിയെന്നും മുന്നേറ്റമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരനെ അറിയാൻ വേണ്ടി എന്താണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? നമ്മൾ ഈ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പൊതുവിൽ ഉള്ള ഒരു ധാരണ, മനുഷ്യന് സാധിക്കാത്ത പലതും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ കണക്ക് കൂട്ടാനും ശേഷിയുള്ള ഒരു യന്ത്ര സംവിധാനം, അതാണല്ലോ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പൊതുവിൽ വിശേഷിപ്പിക്കുക. ഈ കമ്പ്യൂട്ടറിനെയും കൂടി കടത്തി വെട്ടുന്ന കമ്പ്യൂട്ടർ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളെയൊക്കെ ക്ലാസിക് കമ്പ്യൂട്ടർ എന്നാണ് വിശേഷിപ്പിക്കുക, സാധാരണ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനെയും കടത്തി വെട്ടുന്ന സൂപ്പർ കമ്പ്യൂട്ടർ, അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂപ്പർ കമ്പ്യൂട്ടർ അല്ല വാസ്തവത്തിൽ. അപ്പൊ എന്താണ് ഈ ക്വാണ്ടം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തില് അതിസൂക്ഷ്മമായ കണികകൾ ഉണ്ടാകുമല്ലോ, അതിപ്പോ നമ്മുടെ കണിക തന്മാത്രകൾ, രാസവസ്തുക്കളുടെ തന്മാത്രകൾ മുതൽ പ്രകാശങ്ങളുടെ ഈ ഫോട്ടോൺ തരംഗങ്ങൾ, ചെറിയ സൂക്ഷ്മമായ പ്രകാശ കണികകളുടെ ഫോട്ടോണുകൾ എന്നാണ് വിളിക്കുക. അപ്പൊ ഇതിനെയൊക്കെ പൊതുവിൽ വിശേഷിപ്പിക്കുന്നതാണ് ക്വാണ്ടം എന്ന്. ക്വാണ്ടം മെക്കാനിക്സ് എന്നല്ല, ക്വാണ്ടം ടെക്നോളജി എന്ന ഇതിനെയൊക്കെ, അതായത് അതിസൂക്ഷ്മമായ അതീവ നൂതനമായിട്ടുള്ള സംഗതികൾ, അതിനെയാണ് ഈ ക്വാണ്ടം സിദ്ധാന്തം എന്നൊക്കെ പറയുമല്ലോ. അതെ, ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ അതീവ സൂക്ഷ്മമായ, അതായത് പഴുതുകളില്ലാത്ത രീതിയിൽ കമ്പ്യൂട്ടിംഗ് സംവിധാനം സജ്ജീകരിക്കുന്നതിനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് എന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിലവിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾക്കുള്ള പരിമിതികൾ മറികടന്ന് അതിനേക്കാൾ വെല്ലുന്ന തരത്തിൽ കൃത്യത, 101% കൃത്യത ഉറപ്പുവരുത്തുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ രാജ്യത്ത് നാഷണൽ ക്വാണ്ടം മിഷൻ എന്ന പേരില് 2023 ഒരു പദ്ധതി നമ്മൾ തുടങ്ങി വെച്ചു. ഈ രംഗത്ത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ 8 വർഷത്തെ ഒരു കർമ്മ പരിപാടിയാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ആ 8 വർഷം കൊണ്ട് ഏതാണ്ട് 6003.65 കോടി രൂപ മുതൽ മുടക്കിയാണ് ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കാൻ ലക്ഷ്യമിട്ടത്. അപ്പൊ ഇത് പ്രകാരം നമ്മൾ 2 വർഷം കൊണ്ട് 2000 കിലോമീറ്റർ ഉപഗ്രഹ അധിഷ്ഠിത ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടു. അതിൽ 1000 കിലോമീറ്റർ ഇപ്പോൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ 8 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട പല ലക്ഷ്യങ്ങളും വളരെ പരിമിതമായ കാലത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ രംഗത്തേക്കുള്ള നമ്മുടെ കുതിച്ചുചാട്ടം വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് നമ്മൾ അതായത് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ കേമം പറയാൻ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇല്ല. മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും പിന്നിൽ 11ാം സ്ഥാനത്താണ് ഈ രംഗത്ത് നമ്മളുള്ളത്. 1ാം സ്ഥാനത്ത് അമേരിക്ക, 2ാം സ്ഥാനത്ത് ചൈന, അത് കഴിഞ്ഞ് യൂറോപ്യൻ യൂണിയൻ, ജർമ്മനി, അതേപോലുള്ള രാജ്യങ്ങൾ. അതിനൊക്കെ ശേഷമാണ് 11ാം സ്ഥാനത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഭീമമായ മുതൽ മുടക്ക് വേണം എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതൽ മുടക്കുള്ള പ്രശ്നമായതുകൊണ്ട് അമേരിക്കയും ചൈനയും സ്വാഭാവികമായും മുൻപന്തിയിൽ വരും. പക്ഷെ നമ്മൾ ഇതിൽ മുതൽ മുടക്ക് എന്നുള്ളതിന് മാറി നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്നത്. സോഫ്റ്റ്വെയർ നിർമ്മാണ രംഗത്ത്. അപ്പൊ നമ്മൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, 2 ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, 3 ക്വാണ്ടം സെൻസിങ്, 4 ക്വാണ്ടം മെറ്റീരിയൽസ്. ഇത് 4ആണ്. അപ്പോൾ ഇതിനെ പൊതുവിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകളേക്കാൾ അതിസൂക്ഷ്മമായ നിഗമനങ്ങളും കാൽക്കുലേഷൻസും. ഇപ്പോൾ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രോസസ്സ് ചെയ്യാൻ അതിൻ്റെതായ സമയമുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തെന്നും ഇരിക്കാം. പക്ഷേ വളരെ പരിമിതമായ സമയം കൊണ്ട് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് പൂർത്തിയാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം നൽകാനായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനത്തിന് സഹായിക്കും. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴുള്ള നിലവിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത ആശയവിനിമയ സംവിധാനങ്ങൾക്കൊക്കെ സുരക്ഷാ ഭീഷണി വളരെ വലുതാണ്. ഹാക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഒരു ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിന് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടം ഡി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ ഇത് പ്രകാരം
നമ്മൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതാരെങ്കിലും അത് ഹാക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുള്ള ഒരു സൂചന കിട്ടിയാൽ തന്നെ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കി കളയും. ആ സംവിധാനം തന്നെ, ആ ആശയവിനിമയ സംഗതി തന്നെ അതിലുണ്ടാകില്ല. അപ്പൊ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഏറ്റവും നിർണായകമാകുന്നത് ബാങ്കിങ് രംഗത്ത്, പ്രതിരോധ രംഗത്ത്. കാരണം ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള ഹാക്കർമാർ കടന്നുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തതാണ് ക്വാണ്ടം സെൻസിങ്. അതായത് നമ്മുടെ ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്ത്, അത് നമുക്ക് ഒരുപാട് സർവേ ഒക്കെ നടത്തിയാണ് ഇപ്പൊ സമുദ്ര അന്തർഭാഗത്തുള്ള ധാതു സമ്പത്തുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സർവേയും മറ്റു കാര്യങ്ങളൊക്കെ വലിയ സാമ്പത്തിക ചെലവുള്ളതാണ്. പക്ഷെ ഈ കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിച്ച് ഓരോ ധാതു സമ്പത്തുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായി സെൻസ് ചെയ്ത് അതെല്ലാം കണ്ടെത്താനായിട്ട് സഹായിക്കും. പിന്നെ ക്വാണ്ടം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സാമഗ്രികൾ നിർമ്മിക്കുക, മറ്റു പരിപാടികളൊക്കെയാണ്. ഇത് ഏറ്റവും പ്രധാനമായ സംഗതി. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വഴി ഈ മൂല്യനിർണയവും അളക്കലും ഒക്കെ വളരെ അതിസൂക്ഷ്മമായിട്ട് ചെയ്യാൻ സാധിക്കും. അത് ഈ മെഡിക്കൽ രംഗത്ത്, പ്രത്യേകിച്ച് ഈ വാക്സിനുകൾ നിർമ്മിക്കുക, ക്യാൻസർ പോലെയുള്ള അതിമാരക സ്വഭാവമുള്ള രോഗങ്ങൾക്ക് മരുന്നുകൾ നിർമ്മിക്കുക എന്നീ കാര്യങ്ങളിൽ അതീവ നിർണായകമാണ്. സാധാരണഗതിയിൽ ഒരു മരുന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവശങ്ങളും പാർശ്വഫലങ്ങളും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതീവ സങ്കീർണമായ പരിശോധന ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ചിലപ്പോൾ അത് ജന്തുക്കളിലോ മറ്റോ ഒക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പക്ഷെ ഇതിന് ഒരുപാട് സമയദൈർഘ്യം എടുക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കോവിഡ് പോലെ ഒരു പ്രതിസന്ധി വന്നു, നമുക്ക് വളരെ വേഗതയിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ടെത്തേണ്ടി വന്നു. അപ്പൊ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് അതിലുപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ രാസ സ്വഭാവവും അതിന്റെ പ്രതിപ്രവർത്തനവും ഒക്കെ അതിസൂക്ഷ്മമായിട്ട് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഇത്തരം രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്കുള്ള മരുന്നുകൾ കണ്ടെത്താനായിട്ടുള്ള നമ്മുടെ അധ്വാനം വലിയ രീതിയിൽ ലഘൂകരിക്കാനായിട്ട് സംവിധാനത്തിലൂടെ സാധിക്കും. ഇനി സംഗതി ഉള്ളത് ഈ ഡാറ്റ വിശകലനം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ തെരഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഡാറ്റാസ് വരിക, വിവരങ്ങളാണ് വരിക. അതിൽ നമ്മളെ സഹായിക്കുന്ന, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിച്ച സാധനങ്ങളെ കുറിച്ച് മാത്രമുള്ള സംഗതികൾ നമ്മുടെ ഫീഡായിട്ട് വരുന്നത് ഉണ്ടല്ലോ. ഇപ്പൊ ഇതേപോലെ നമ്മൾ ഡാറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വിശകലനം നടത്തി നമുക്ക് ആവശ്യമുള്ളത് കൃത്യമായി തരാനായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനം സഹായിക്കും. പിന്നെ കാലാവസ്ഥാ പ്രവചനം, ഇപ്പോൾ ഉപഗ്രഹ സംവിധാനങ്ങളുമായിട്ട് നമ്മളിത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നെറ്റ്വർക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഈ കാലാവസ്ഥാ പ്രവചനം അതീവ സൂക്ഷ്മമായി നടത്താൻ സാധിക്കുന്നതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളെ വലിയൊരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ AI സാങ്കേതിക വിദ്യയുടെ കൃത്യതയും അതിൻ്റെ വേഗതയും ഉറപ്പാക്കാനും വർദ്ധിപ്പിക്കാനും ഈ ക്വാണ്ടം സംവിധാനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ പരമാണുക്കളുടെ ഈ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിച്ചത്. അതിൻ്റെ അതിസൂക്ഷ്മമായ വിനിയോഗം മനുഷ്യന് എത്രത്തോളം ഉപകാരപ്രദമാകുന്നു, അതേപോലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ അതീവ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ ഉപയോഗത്തിലൂടെയും നമ്മളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു ക്വാണ്ടം മിഷൻ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിലും ഇത് നേരിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നിരവധിയായ സ്റ്റാർട്ടപ്പുകളും സ്വകാര്യ സംരംഭകരും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനവും പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അമേരിക്ക, ചൈന പോലെയുള്ള വൻകിട രാജ്യങ്ങളെല്ലാം ഇതിന്റെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വലിയ രീതിയിൽ മുതൽ മുടക്കുമ്പോൾ നമ്മൾ ഇതിന്റെ സോഫ്റ്റ്വെയർ മേഖലയിലും പിന്നെ പുതിയ പുതിയ കണ്ടുപിടുത്ത ഇന്നോവേഷൻസും ഒക്കെ നടത്തിയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഏതായാലും വരുംകാല കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ നമ്മൾ പൊതുവിൽ കേട്ട് ശീലിച്ച പല പദപ്രയോഗങ്ങളും മാറ്റി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നടപ്പിലാക്കേണ്ടിയും വരും. ആ കാലത്ത് നമ്മുടെ രാജ്യവും മറ്റുള്ളവരോടൊപ്പം കിടപിടിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.